ഹലോ ഫ്രണ്ട്സ്. അപ്പം ഞാനെന്താ ഈ ഇലയൊക്കെ കൊണ്ടിരിക്കുന്നതെന്നായിരിക്കും. അപ്പോൾ ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് കേട്ടോ. നമ്മുടെയൊക്കെ പെരികലം എന്ന് പറയും. പല പേരുണ്ട് ഇതിന്. ഒരു വലിയ വേരാണ് കേട്ടോ ഇതിനുള്ളത്. വേരൊക്കെ വളരെ ഔഷധ ഗുണമുള്ളൊരു സംഭവമാണ്. ആയുർവേദത്തിലൊക്കെ ഇതിൻ്റെ വേര് കൊണ്ട് പലതിനും ഉപയോഗിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ പേര് പെരികിലം എന്ന് പറയും. ഇപ്പോൾ ഇതിൻ്റെ പൂ കണ്ടോ? ഈ പൂവ് എല്ലാവർക്കും നമ്മൾ പൂക്കളൊക്കെ ഇടാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ, നല്ല ഇഷ്ടം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് ഇതിൻ്റെ മരുന്ന് ഇന്ന് ഞാൻ പറയുന്നത്. മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടല്ലോ ഫ്രണ്ട്സ്. മൈഗ്രെയിൻ്റെ തലവേദന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളവർക്ക് അറിയാൻ പറ്റും. വെട്ടിപ്പൊളിക്കുന്ന വേദനയാണ് ഒരു വശത്ത്. ഒന്നെങ്കിൽ ഇടതുവശത്തായിരിക്കും അല്ലെങ്കിൽ വലതുവശത്തായിരിക്കും. വെട്ടിപ്പൊളിക്കുന്ന പോലത്തുള്ള വേദനയായിരിക്കും. അപ്പോൾ അതിന് ഇത് വെച്ചിട്ടൊരു ടിപ്പുണ്ട്. അത് പറഞ്ഞുതരാം ഫ്രണ്ട്സ്. അതായത് ഇതിൻ്റെ ഈ തളിരിലയാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ ഈ തളിരില ഉണ്ടല്ലോ, ഇതൊക്കെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും. പക്ഷേ ഇത് കിട്ടാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ തളിരില കണ്ടോ, ഈ ഇല തളിരിലയാണ് നമുക്ക് അപ്പോൾ തളിരില കുറച്ചൊരു പിടി എടുക്കുക. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. പിന്നെ ഇതിന് ഈ മൈഗ്രെയിൻ ഉണ്ടാകുന്നതിന് ഒരുപാട് ട്രിഗർ ഉണ്ട്. ചിലർക്ക് യാത്ര ചെയ്യുമ്പോഴായിരിക്കും, ചിലർക്ക് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അത് നോക്കുന്ന സമയത്ത് തലപ്പെരിപ്പുണ്ടാകും, തലവേദന ഉണ്ടാകും, ശക്തമായിട്ടുണ്ടാകും. ചിലർക്ക് ആഴ്ചയിൽ 2-3 തവണയൊക്കെ ഇതുണ്ടാവും. ചിലത് കുറച്ച് മണിക്കൂർ നിന്നിട്ട് അങ്ങ് മാറും. ചിലതെന്ന് പറഞ്ഞാൽ 2-3 ദിവസം വരെ നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് 1-2 പ്രാവശ്യം ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു 2-3 തവണ ചെയ്യുക. തലവേദന ഉള്ള സമയത്ത് പ്രത്യേകിച്ച് അതെടുത്ത് ചെയ്യുക. റെസ്റ്റ് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഒരു പിടി ഇല എടുത്തതിന് ശേഷം നമ്മൾ ഉള്ളം കയ്യിലിട്ട് തന്നെ നല്ലതുപോലെ അതിൻ്റെ നീരെടുക്കുക. ചതച്ച് നല്ലപോലെ അങ്ങോട്ട് തിരുമ്മി നീരാക്കും വരെ നല്ലപോലെ തിരുമ്മിയിട്ട് എന്തെങ്കിലും ടേപ്പോ എന്തെങ്കിലും ഉണ്ടല്ലോ, നമ്മുടെ ഈ ടേപ്പ് പോലത്തെ ഇൻസുലേഷൻ ടേപ്പ്, അങ്ങനെ എന്തെങ്കിലും ടേപ്പ് വെച്ചിട്ട് ഇടതുവശത്താണ് വേദനയെങ്കിൽ വലത് കാലിൻ്റെ പെരുവിരലിലും, വലതുവശത്താണ് തലവേദനയെങ്കിൽ ഇടത് കാലിലെ പെരുവിരലിലും ഇത് പിഴിഞ്ഞ് നന്നായിട്ട് നീര് വരുത്തി ഈ സംഭവം വെച്ച് അങ്ങ് കെട്ടിവെക്കുക. പെരുവിരലിൽ വെച്ച് കെട്ടുക. എന്നിട്ട് ഇത് സൂര്യപ്രകാശം പറ്റുന്ന 5 മണിക്ക് മുന്നേ ആയിട്ട് കെട്ടിവെക്കുക. ഓക്കെ, 5 മണിക്ക് മുന്നേ ആയിട്ട് കെട്ടിവെക്കുക. അങ്ങനെ ഇതൊരാൾ പറഞ്ഞു തന്നതാണ് കേട്ടോ. ഒരാൾ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ 5 മണിക്ക് മുന്നേ എടുത്ത് കെട്ടിവെക്കുക. അത് നന്നായിട്ട് അവിടെ ഇരുന്നോട്ടെ, അതവിടെ സെറ്റായിട്ടിരുന്നോട്ടെ. എന്നാൽ അതിൻ്റെ ആ നീരൊക്കെ അതങ്ങോട്ട് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് തുണി കൊണ്ട് കെട്ടാം, അല്ലെങ്കിൽ ഇൻസുലേഷൻ ടേപ്പിട്ട് കെട്ടിയാലും മതി കേട്ടോ. നല്ലപോലെ കെട്ടിവെക്കുക. അപ്പോൾ പെട്ടെന്ന് നല്ല റിലീഫ് കിട്ടുന്നതാണ് ഇതിൻ്റെ ഈ സംഭവം. അപ്പോൾ ചെയ്ത് നോക്കുക ഫ്രണ്ട്സ്. എനിക്ക് ചെറുതായിട്ട് മൈഗ്രെയിൻ്റെ പ്രശ്നം ഉള്ളതാണ് കേട്ടോ. അപ്പം തലവേദന എനിക്ക് യാത്രയൊക്കെ ചെയ്യുമ്പോഴൊക്കെയാണ് ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് പഠിക്കുമ്പോഴൊക്കെ ഉണ്ടാകും ഫ്രണ്ട്സ്, തലവേദന ഉണ്ടാകും. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങനെ പോകുന്നു. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ള വേദനകൾ ആണ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഇത് കിട്ടും. ഇത് ചെയ്യണം, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യണം. അപ്പോൾ ഉറപ്പായിട്ടും നല്ലൊരു മാറ്റം ഉണ്ടാകും. വലതുവശത്താണ് നിങ്ങൾക്ക് സ്ഥിരം തലവേദന ഉണ്ടാകുന്നെങ്കിൽ ഇടതുവശത്താണ് തലവേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ വലത് കാലിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ തളിരിലകൾ. പിന്നെ ആഴ്ചയിൽ 2-3 തവണ ഇത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലം ഉണ്ടാകും. മൈഗ്രെയിൻ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നവർക്ക് ഇത് വിജയിക്കുകയെന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇതുകൊണ്ട് നിങ്ങൾക്കൊരു ഇത് മാറിക്കിട്ടുമെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമല്ല. അതുകൊണ്ടാണ് കേട്ടോ ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. സാധാരണ തലവേദനയ്ക്കൊക്കെ നല്ലതാണ് കേട്ടോ. സാധാരണ തലവേദനയ്ക്ക് വേറൊരു ഇത് കൂടി പറയാം. സാധാരണ തലവേദന ഇപ്പോൾ ചെറുതായിട്ട് വെയിലൊക്കെ കൊണ്ടിട്ടുള്ള നമ്മൾ 2 വശത്തുണ്ടാകുന്ന സാധാരണ തലവേദനയ്ക്ക് നമ്മുടെ പനിക്കൂർക്ക ഉണ്ടല്ലോ, പനിക്കൂർക്കയുടെ ഇലയും തുളസി ഇലയും കൂടി നല്ലതുപോലെ ഇതുപോലെ തന്നെ ഇങ്ങനെ നല്ലവണ്ണം ഉള്ളം കയ്യിലിട്ട് ഉടച്ചിട്ട് അത് ഇതുപോലെ പിടിച്ചിട്ട് നല്ലപോലെ സ്മെല്ല് ചെയ്യാം. അത് നല്ല റിലീഫ്. ഒരുമാതിരിപ്പെട്ട തലവേദനകളൊക്കെ കുറയും. പിന്നെ ചില തരത്തിൽ ഭയങ്കര ശക്തമായിട്ടുള്ള തലവേദനക്ക് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്, ഇതൊരു ആയുർവേദം അല്ലേ, അപ്പോൾ ഇത് ആയുർവേദം. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ഫോളോ ചെയ്യുക തന്നെ വേണം. അല്ലാതെ 1-2 പ്രാവശ്യം ചെയ്തിട്ട് ഇത് മാറിയില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് അത് നടക്കത്തില്ല. ആദ്യം വിശ്വാസം. അപ്പോൾ ഏതൊരു കാര്യം ചെയ്താലും നിങ്ങളിത് ഇതൊന്നും മാറുമോ ഇല്ലയോ എന്നൊന്നും പറഞ്ഞ് ഇതിലൊന്നും ഇത് മാറാൻ പോകുന്നില്ല. ആദ്യം നമുക്ക് ആ ഒരു മെഡിസിനൽ പ്ലാന്റിനോട് ഒരു വിശ്വാസം വേണം. ഫസ്റ്റ് വേണ്ടത് അതാണ്. അതിന് റെസ്പെക്റ്റോട് കൂടി. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ആ ചെടിയിൽ നിന്ന് ഇല പറിച്ച് നമ്മളിത് ചെയ്യുന്ന സമയത്ത് സംസാരിക്കാതെ, മറ്റുള്ളവരോടൊന്നും പറയാതെ സംസാരിക്കാതെ, അതിൽ തന്നെ നമുക്ക് മാറും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി സംസാരിക്കാതെ, ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ആ ചെടിയിൽ മാത്രം വിശ്വസിച്ച് നമ്മളത് പിഴിഞ്ഞ് കാലിൽ കെട്ടിവെക്കുക.
നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. മാറും, തീർച്ചയായിട്ടും മാറും. നിങ്ങൾക്ക് നല്ലൊരു റിലീഫ് കിട്ടട്ടെ. വിശ്വാസം ആ ചെടിയോട് അതൊരു പ്രാർത്ഥനയോട് കൂടി അത് ചെയ്യുക കേട്ടോ. അല്ലാതെ ചുമ്മാ മാറുമോ ഇല്ലയോ ഒരിത് കണ്ട് എന്നാൽ ഒന്ന് ചെയ്ത് നോക്കിയേക്കാം, ചിലപ്പോൾ മാറുമായിരിക്കും, അങ്ങനെയൊന്നുമല്ല, മാറും, ഇത് മാറ്റി തരും എന്നുള്ളൊരു തികഞ്ഞൊരു വിശ്വാസത്തോടെ അതിനോടുള്ള പ്രാർത്ഥനയോട് കൂടി അത് ചെയ്യുക ഫ്രണ്ട്സ്, മാറുന്നതായിരിക്കും. ഇവിടെയൊക്കെ ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ ഈ പെരിയിലം ചെടി ധാരാളം അവൈലബിൾ ആണ്, ഒരു ക്ഷാമവും ഇല്ല. പറമ്പിലൊക്കെ ഇഷ്ടം പോലെ നിൽക്കണം, അതുകൊണ്ട് അതിൽ ക്ഷാമമൊന്നുമില്ല. പിന്നെ അത് കാലിൽ കെട്ടി വെക്കാം. ഞാനത് ചെയ്യുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഫ്രണ്ട്സ്. നല്ല ഒരു എന്താ പറയുക, മരുന്ന് ഇപ്പോൾ ഇതിനുള്ള മരുന്നൊക്കെ കിട്ടും, നമുക്കറിയാമല്ലോ. തലവേദനയ്ക്കുള്ളതൊക്കെ മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ല ക്ഷീണമായിരിക്കും, അത് വേറെ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും. മരുന്ന് കഴിക്കാതെ നിവർത്തിയേ ഇല്ലാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഇലയൊക്കെ ഇടാൻ പറ്റാത്ത സാഹചര്യം, നമ്മളെവിടെയെങ്കിലും പുറത്തൊക്കെ പോകണം, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് മരുന്ന് കഴിക്കുക തന്നെ വേണം. പക്ഷേ ഇത് മൈഗ്രെയിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഏകദേശം അറിയാം. ഒരു തരിപ്പൊക്കെ ആയിട്ടല്ലേ ഇത് സ്റ്റാർട്ടിങ്ങിൽ അങ്ങോട്ട് തുടങ്ങണം. കണ്ണിൻ്റെ ചുറ്റും വൈറ്റ് കളർ അങ്ങനെയൊക്കെ ഒരു എന്താണ് പ്രകാശത്തിൽ ഒരു വലയൊക്കെ കാണുക, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മൾ ഇത് അങ്ങ് ചെയ്യുക. പിന്നെ പീരീഡ്സ് ആവണതിന് മുന്നേ ആയിട്ട് ചിലർക്ക് 2-3 ദിവസം ഈ തലവേദന, ഇങ്ങനെ മൈഗ്രെയിൻ്റെ തലവേദന വരാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ പീരീഡ്സ് ആവണതിന് ആ 2-3 ദിവസം മുന്നേ തന്നെ, ആ 4ൻ്റെ അന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ സംഭവമൊക്കെ കെട്ടി വെച്ച് നോക്കാം. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ നീര് നമ്മുടെ കാലിൽ, ഉള്ളം കാലിൽ, നമ്മുടെ പെരുവിരലിൽ കേട്ടോ, പെരുവിരലിൽ കെട്ടിവെക്കുക. അപ്പോൾ നല്ല അത് ഉണ്ടാവാതിരിക്കാനായിട്ടൊക്കെ നമുക്ക് ഇത് നോക്കാം. അപ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് പരാജയം ആണെങ്കിൽ കൂടി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആയുർവേദമല്ലേ, അത് പിടിച്ച് വരാനായിട്ടൊക്കെ കുറച്ച് ഇതാണ്, നമ്മളിലേക്ക് അത് എത്തണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുക. എനിക്ക് എന്തായാലും ഇടതുവശത്താണ് വേദന ഉണ്ടാവാറ്, അപ്പോൾ ഞാൻ കാലിലെ പെരുവിരലിലാണ് ഇത് കെട്ടിവെക്കുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ല റിലീഫ് കിട്ടട്ടെ. ഈ തലവേദന അത് പലതരത്തിലുണ്ട്. പിന്നെ എന്താ പറയുക, ഈ ഹോമിയോയിലൊക്കെ ഇത് തീർത്തും മാറ്റാനുള്ള മരുന്നുകളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്യുക. ഈ ഹോമിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1-2 മാസമൊക്കെ കഴിക്കേണ്ടതല്ല, ചിലത് വർഷങ്ങളോളം കഴിച്ചിട്ടാണ് അത് അവർ വേരോടെ മാറ്റുന്നത്. പണ്ട് നമ്മുടെ കയ്യിൽ ഒരു തരം എന്താണ് ഫംഗൽ ഒരു കുരു പോലെ വന്നിട്ട് അത് വെള്ളത്തിലൂടെ അത് വീണ്ടും അടുത്തതായി അങ്ങനെ വരുന്ന ഒരു തരം കുരു വരും. വീട്ടിലൊരാൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാളിലേക്കും പകരും വെള്ളത്തിലൂടെ എന്ന് പറഞ്ഞാൽ നനഞ്ഞ കയ്യിലൂടെ സ്പർശനത്തിലൂടെയൊക്കെ അങ്ങനെ ഇങ്ങനെ ആവണ ഒരു ഫംഗൽ. അത് നമ്മൾ ഈ ഹോമിയോ മരുന്നിലൂടെയാണ് മാറ്റിയത്. അത് എത്ര നാൾ, എനിക്ക് ഒരേ ഒരു കുരു പോലെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് മാറിയത് 3 വർഷം മരുന്ന് കഴിച്ചിട്ടാണ് അത് വേരോടെ മാറിയത് കേട്ടോ. ഇംഗ്ലീഷ് കഴിച്ചതാണ്, അത് ശരിയായിട്ടില്ല. വേറെ എൻ്റെ ചേച്ചിക്കാണെങ്കിൽ ഇംഗ്ലീഷ് കഴിച്ചതാണ്, അത് ശരിയായില്ല. എന്താണെന്ന് വെച്ചാൽ അത് കൂടിയിട്ട് അവസാനം ബ്ലീഡിങ് ഒക്കെ വരെ ഉണ്ടാകേണ്ട ഒരു അവസ്ഥ വന്നു. അതുകൊണ്ടാണ് പറയുന്നത്. ചിലതിന് ഹോമിയോയിൽ നല്ല മെഡിസിൻ ഉണ്ട് കേട്ടോ, നല്ല, പക്ഷേ ക്ഷമയോടുകൂടി കഴിക്കണം. അപ്പോൾ അവർ 1 വർഷമാണ് കഴിക്കാൻ പറയണമെങ്കിൽ ചിലപ്പോൾ 1.5 വർഷം കഴിക്കേണ്ടി വരും. 1-2 വർഷം കഴിച്ചാലും കുഴപ്പമില്ല. കാരണം ഈ മൈഗ്രെയിൻ്റെ വേദന ഉള്ളവർക്കറിയാം അതിൻ്റെ തീവ്രത എത്രയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് എന്തായാലും ഈ ഒരു ആയുർവേദം നമ്മൾ വീട്ടിൽ തന്നെ നമുക്കിത് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വരം പോലെ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലം കിട്ടട്ടെ, ഇത് വേദനയൊക്കെ മാറട്ടെ, ഉണ്ടാവാതിരിക്കട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.